ഇന്ത്യ ട്രാവലറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതിപ്പം ചിങ്ങമാസമാണല്ലോ, അപ്പം അടുത്ത ആഴ്ച ഓണമാണ്. അപ്പോൾ ഓണമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലായിക്കടുത്തുള്ള എടപ്പാടി എന്ന സ്ഥലത്താണ്. ഇവിടെ KP നെയ്ത്തുശാല ഡബിൾ മുണ്ട്, സെറ്റ് സാരി, കവണികൾ തുടങ്ങിയ ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കപ്പെടും. ഇത് പങ്കജാക്ഷൻ എന്ന് പറഞ്ഞ ചേട്ടനാണ് ഇത് നടത്തുന്നത്. അപ്പോൾ പങ്കജാക്ഷൻ ചേട്ടനോട് നമുക്ക് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടന്റെ പേര്? എന്റെ പേര് പങ്കജാക്ഷൻ. ഇവിടെ ശരിക്കും എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഞാൻ ഇവിടെ പാലായില് വന്നത് 75 കാലഘട്ടത്തിലാണ്. 75 കാലഘട്ടം എന്ന് വെച്ചാൽ എന്റെ ചെറുപ്പത്തിൽ 25 വയസ്സായപ്പോ ഞാൻ പോകുന്നതാ പാലായിൽ. കാരണം വെച്ചാൽ നമ്മുടെ ഒരു അടിയന്തരാവസ്ഥ കാലത്ത് അവിടെ തിരുവനന്തപുരം ജില്ലയിൽ ബാലരാമത്താണ് എന്റെ വീട്. അപ്പൊ അവിടെ ഈ അടിയന്തരാവസ്ഥ സമയത്ത് നെയ്ത്ത് കുറവായിരുന്നു, നൂല് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ നെയ്ത്ത് നിന്നുപോയി. നെയ്ത്ത് നിന്നുപോയപ്പോഴും ഞാൻ ഇവിടെ നമ്മളെ ഒരു ബന്ധത്തിലുള്ള ഒരു പാർട്ടി പാലായിൽ നെയ്ത്തുണ്ടായിരുന്നു. അങ്ങനെ 76 അവിടെ നെയ്യാൻ വന്നതാ പാലായിൽ. അപ്പൊ അവരെ നിർത്തി. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 30 അവിടെ നിന്ന് കല്യാണം കഴിച്ച് അവരുടെ ബന്ധത്തിലുള്ള ഒരു പാർട്ടി തിരുവനന്തപുരത്ത് തന്നെ നമ്മളെ ഭാര്യ വീട്, അവരിലുള്ള ഒരാളിനെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒരു 4 സെന്റ് സ്ഥലവും മേടിച്ച ഒരു വീടും പണിഞ്ഞു. അവിടെ എനിക്ക് ഇത്തിരി സ്ഥലം ഉണ്ടായിരുന്നു. ആ വിറ്റ് ഇവിടെ 4 സെന്റ് സ്ഥലം മേടിച്ച വീട് പണിഞ്ഞിട്ട് 35 വർഷത്തേക്ക് മുമ്പേ ഞാൻ അവിടെ നെയ്ത്തു. 2 നേരം നെയ്ത്തിട്ട് ഇപ്പൊ പുള്ളിക്കാരത്തേക്ക് നെയ്ത്തറിയായിരുന്നു. ഞങ്ങൾ 2 പേരുമായിട്ട് നെയ്യും. അപ്പൊ അത് റോഡിൽ നിന്ന് ശകലം മാറിയാണ് വീട്. അപ്പൊ ഈ റോഡ് സൈഡിൽ കണ്ടുകൂടാ അത്ര നെയ്ത്തുള്ളതായിട്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോഴും ഇവിടെ ഈ അമ്പലത്തിൽ ഒരു 20 വർഷത്തേക്ക് മുമ്പ് ഈ അമ്പലത്തിൽ ഒരു കെട്ടിടം ഒഴിഞ്ഞു. അപ്പൊ അന്നേരം അത് ഞാനിവിടെ ടെൻഷന്റെ ഒമ്പറും കൂടി ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഈ കെട്ടിടം പണിഞ്ഞപ്പോ ഞങ്ങളെ കൂടി പണിഞ്ഞതാ. അന്നേരം ഇവിടെ മുറിതിരിക്കാൻ ഞാൻ പറഞ്ഞു എനിക്കൊരു തരം നെയ്ത്ത് കൂടെ ഇടണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരുമായിട്ട് ആലോചിച്ച് കമ്മിറ്റി കൂടി എനിക്ക് ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഒരു തരം നെയ്ത്ത് ഇവിടെ ഇട്ട് ഞാനും നെയ്ത് ഒരു തരം നെയ്ത്ത് പുള്ളിക്കാരത്തെ വീട്ടിൽ നെയ്തു. അപ്പൊ റോഡ് സൈഡ് ആയതുകൊണ്ട് എനിക്ക് ചെറിയ കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. റോഡ് സൈഡിലായപ്പോ അങ്ങനെ കണ്ടിരുന്ന ഈ അടുത്ത കാലത്ത് പുള്ളിക്കാരത്തേക്ക് മേലാതെയായി, പറ്റാതെയായി. അപ്പൊ പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ എല്ലാ ദിവസവും ഒരേ മുണ്ട് നെയ്താൽ കൂലി ഉദ്ദേശിച്ചല്ല, ഒരു 10-850 രൂപ 900 രൂപയൊക്കെ മുണ്ടിന് വില വരും. ഒരു 10-350 രൂപയൊക്കെ ആയിരുന്നു. പിന്നെ ചില ആൾക്കാർ എനിക്ക് കൂടുതൽ കാശ് തരുന്നുണ്ട്. വന്ന് കണ്ടിട്ടൊക്കെ ചില ആൾക്കാർ വില കുറച്ച് ചോദിക്കും. അപ്പൊ അത് പല രീതിയിലും. അപ്പൊ അത് എല്ലാവരും എന്നോട് ചോദിക്കുന്നത് എങ്ങനെ മുതലാവണം എന്ന് ചോദിക്കും. പക്ഷെ ഞാൻ പറഞ്ഞു മുതലാവുന്ന കാര്യമല്ല, എനിക്ക് വേറെ പണി അറിയത്തില്ല, എനിക്കിതേ ഉള്ളൂ. അപ്പൊ ഇത് എന്റെ ആരെയും ബുദ്ധിമുട്ടിക്ക് 73 വയസ്സായി, ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഇതുകൊണ്ട് ജീവിക്കണം. അത് പണിയെടുത്തോളം എനിക്ക് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം. അത് ഇനി എത്ര കാലം നിൽക്കും എന്നുള്ളത് എനിക്ക്, കാരണം ഇതിന് കാഴ്ച ശക്തി വേണം, പിന്നെ നല്ല ശ്രദ്ധ വേണം. അങ്ങനെയുള്ള അതൊന്നും ഇത് വേറെ ഉള്ളവരുമായിട്ട് പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതൊന്നും ഞാൻ എന്റെ പിള്ളേരെ ആരും പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെടും. കാരണം ഇതുകൊണ്ടൊരു ജീവിതം മുന്നോട്ട് പോകാൻ നോക്കില്ല. ഇന്നിപ്പോ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നെയ്ത്ത് നിന്നുപോയി ബാലരാമൻ ഔട്ടായിക്കൊണ്ട്. അപ്പൊ അതിപ്പോ നെയ്ത്ത് നിന്നോണ്ടിരിക്കും. എനിക്കിത് നിൽക്കാതിരിക്കാൻ വേണ്ടി എനിക്കിതിപ്പോ സ്ഥിരം ഓർഡറുകളുണ്ട്. എനിക്ക് ആ കൊറോണ സമയത്ത് മാത്രം 2-2.5 വർഷം ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിപ്പോയി. ഇപ്പോഴും പിന്നെ സാരമില്ല, വീണ്ടും നെയ്ത്ത് തുടങ്ങി. അപ്പൊ എനിക്ക് പ്രോത്സാഹനം പലരും ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ 2-3 പേര് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും കാരണവശാൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, സാമ്പത്തികമുള്ളവരാ, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിയിക്കണം, നിർത്തിക്കളയരുത് എന്ന് പറഞ്ഞു. പിന്നെ ജില്ലാ ഓഫീസിന് അവര് വന്ന് പറയാൻ നിർത്തല് ലോണ് തരാം. 2 ലക്ഷം രൂപ ലോണ് തന്നിട്ടുണ്ട്. അത് ഞാൻ അടച്ചു തീർത്ത്. ഇനി ലോണ് തരാമെന്ന് പറഞ്ഞു. പിന്നെ ഞാനിപ്പോ നെയ്തിരിക്കുന്നത് എനിക്ക് കുറച്ചുകൂടി നെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. പിന്നെ പറ്റിടത്തോളം ചെയ്യാന്നുള്ള ഒരു ഇതാ, അല്ല സാമ്പത്തികവും പൈസ. പിന്നെ എനിക്ക് എന്റെ ചെലവിന് ഇത് മതി, വാർദ്ധക്യ പെൻഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ ഈ കിട്ടുന്നത് കൊണ്ട് നമ്മളെ ചെലവിന് കുഴപ്പമില്ല. പിന്നെ 2 പിള്ളേരുണ്ട്, അവരെ രീതിയിൽ. പക്ഷെ അവരെ ബുദ്ധിമുട്ടിക്കാതെ, ഇതുവരെയും ബുദ്ധിമുട്ടിക്കാൻ പോയില്ല, ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം. അർജന്റായിട്ട് അത്യാവശ്യം വരുമ്പോൾ ഞാൻ അളിയനെ വിളിക്കും. അളിയൻ വന്ന് ഇതിനിടയ്ക്ക് ഉണ്ടായിരുന്നു, കുറച്ച് മുണ്ട് നെയ്ത് വെച്ചിട്ട് പോയി. ഓണമായതുകൊണ്ട് ഇത്തിരി അത്യാവശ്യം വരുമ്പോ അവൻ തിരുവനന്തപുരത്താണ്, അവൻ വരും, അവനവിടെ നെയ്ത്തുണ്ട്, അവൻ വന്ന് നെയ്ത് തരും. അപ്പൊ ബാക്കിയുള്ളത് ഞാനും കൂടെ അങ്ങ് നെയ്യും. അങ്ങനെ നെയ്തുകൊണ്ട് പോകുക. അപ്പൊ അത് ഇപ്പൊ ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് നിർത്താതിരിക്കാൻ വേണ്ടിയുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ 2 വർഷം കൊറോണ സമയത്ത് 2 വർഷം ഞാൻ നിൽക്കാൻ എനിക്ക് കുറെ നഷ്ടമായി. കുറെ മുണ്ട് നൂല് ഒക്കെ ഈ നൂല് തന്നെ ഒരു പാവെടുത്ത് വെച്ച് കുറച്ച് നെയ്തപ്പോ തന്നെ അത് കേടായിപ്പോയി. നെയ്യാതെ ഇരുന്ന് സാധനത്തിന് ചെലവില്ലാതായി. അപ്പൊ കുറച്ച് കേടായപ്പോ 2 വർഷം പണിയില്ലാതായി. പിന്നീട് അങ്ങ് നെയ്ത്ത് അങ്ങ് നിർത്താനുള്ള പരിപാടി ചെയ്തപ്പോ വീണ്ടും നമുക്കൊക്കെ എനിക്ക് വേറെ പണിയില്ല.
അങ്ങനെ എനിക്ക് പുള്ളിക്കാരത്തേക്ക് അയൽക്കൂട്ടം ഉണ്ടാകും, ഒരു 50,000 രൂപ ലോണ് കിട്ടി. പിന്നെ നമ്മളെ വേണ്ട ഒരു തറി സാധനങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് വീണ്ടും ഇപ്പോഴും കൊറോണ കഴിഞ്ഞിട്ട് നെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ മുണ്ടിന് എനിക്കിപ്പോ ഓർഡറുണ്ട്. ഈ കർക്കിടക മാസം കർക്കിടക മാസത്തില് ചിലവ് കുറവാണ്, അന്നേരം കൂടുതൽ നെയ്ത് വെക്കും. അപ്പൊ ചിങ്ങത്തിന് ചിലവുണ്ടാവും. ഓണം ഇനിയിപ്പോ ഈ കല്യാണങ്ങളൊക്കെ വരുന്ന സമയത്ത് ചിങ്ങം കഴിഞ്ഞ് തുലാമാസമൊക്കെ ആകുമ്പോൾ കൂടുതൽ കച്ചവടമാണ്. ഇപ്പൊ കുറച്ച് കച്ചവടം ഉണ്ട്, ഇപ്പൊ 2-3 ദിവസം കൊണ്ട് കച്ചവടം ഉണ്ട്. അപ്പൊ എനിക്കിത് 15 മുണ്ടിന് ഓർഡർ ആയിരുന്നു. ഇത് വയനാടത്തേക്ക് അയക്കാനുള്ള, ഇന്ന് അയക്കേണ്ടതാ 15 എണ്ണം, മൂന്ന് പേർക്കായിട്ട്. അത് എല്ലാ വർഷവും അവര് വിളിച്ച് പറയുന്നതാണ്. അപ്പൊ അത് ഇന്ന് ഒരെണ്ണം കൂടി തീർന്നിട്ട് ഇന്ന് തന്നെ കൊറിയറിൽ അയക്കും. അത് എല്ലാ വർഷവും, അത് ഒരു 8-10 വർഷം അവർ മേടിക്കുന്നതാണ് എൻ്റെ. പിന്നെ അതുപോലെ തന്നെ ഈ തൊടുപുഴ നമുക്ക് സ്ഥിരം പാർട്ടിക്കാരുണ്ട്, ഒത്തിരി പേരുണ്ട്. കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ ഒരു പാർട്ടി വിളിച്ച് പുളിയലക്കര മുണ്ടുണ്ടോ നീ, ഞാൻ പറഞ്ഞു പുളിയലക്കര മുണ്ട് കറുത്തകര ഇന്ന് ഓണം കഴിഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇത് ശരിക്കും നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്? ഇതിപ്പോഴേ നമ്മൾ വിലങ്ങം നെയ്യാനുള്ള നൂല് ചിറ്റി എടുക്കുകയാണ്. അത് ചർക്കയിൽ വെച്ച് ചിറ്റി എടുക്കുക. അത് നൂല് മേടിച്ച് നമ്മൾ കെട്ടിയിട്ട് നനച്ച് ചിറ്റി എടുക്കും. ചർക്കയിൽ വെച്ച് ചിറ്റി എടുത്തിട്ടാണ് ഈ നൂലാണ് നമ്മൾ അവിടെ വിലങ്ങം നെയ്യുന്നത്, തുണിയായിക്കൊണ്ട് പോകും. ഇത് ഈ പരിപാടി ഞാൻ എന്റെ ചെറുപ്പത്തിൽ മുതൽ പഠിച്ച പരിപാടിയാ. ഒരു 10-12 വയസ്സായപ്പോ തന്നെ സ്കൂളിൽ പോകുന്ന സമയത്ത് എനിക്ക് വീട്ടിൽ കാരണം എനിക്ക് നെയ്ത്തുണ്ടായിരുന്നു. അപ്പൊ ഒരാളിനെ നെയ്യാനുള്ള നൂല് ചുറ്റി വെച്ചിട്ടാണ് സ്കൂളിൽ പോണത്. പിന്നെ അവര് എവിടെയെങ്കിലും കാപ്പ് കുടിക്കാനോ പണിക്കാറ് എവിടെയെങ്കിലും കാപ്പ് കുടിക്കാനോ ഊണ് കഴിക്കാനോ ഒക്കെ പോണ സമയത്ത് കുറച്ച് ശകലത്തേക്ക് ഇറങ്ങി നമ്മൾ നെയ്യും. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഡാമേജ് ഉണ്ടാകുന്ന അവരങ്ങ് സഹിക്കും. അങ്ങനെ നെയ്ത് പഠിച്ചതാ. ഒരു 15 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനിത് വീട്ടില് അച്ഛൻ എനിക്ക് കൂടി ഒരു തറി ഇട്ട് തന്ന് ഞാൻ സ്വന്തമായിട്ട് തുടങ്ങിയ പരിപാടിയാണ്. ഇന്നും ഇത് 73 വയസ്സായി, ഇന്നും ഇത് നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട്. പക്ഷെ ഇത് എന്റെ കൂടി നെയ്തിട്ടുള്ള ആരും, എന്റെ അനിയൻ വരെ നെയ്ത്തായിരുന്നു പണി, അവര് വരെ നിർത്തി. ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളു. ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ 430 രൂപ തൊട്ട് മുകളിലോട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഏറ്റവും കൂടിയ നൂലിട്ട് നെയ്യുന്ന 100 നൂലിട്ട് നെയ്യുന്ന 850 രൂപ വില വരും. കുറച്ച് ശകലം കസവ് വെച്ച് 850 രൂപ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കല്യാണമുണ്ടോ, 1 ഇഞ്ച് കസോ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഓർഡർ കൂടുതൽ വരുമെന്നുണ്ടെങ്കിൽ അത് കണക്കാക്കിയുള്ള വില വരും. അത് 10,200, 1,500 അതിനൊക്കെ ഉള്ള. അത് കല്യാണമുണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ 4 സൈഡും കസവ് വെച്ച് കെട്ടി നെയ്യുന്നതിന് 10,180 രൂപയൊക്കെ വില വരും. അങ്ങനെയുള്ള ഓർഡർ എനിക്ക് കിട്ടുന്നുണ്ട്. അത് പിന്നെ എപ്പോഴും ഞാൻ 1-2 മുണ്ട്, അത്രയും വിലയുള്ള മുണ്ട് 1-2 മുണ്ട് കൂടെ നെയ്ത് സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ചിലപ്പോൾ കല്യാണ മുണ്ടിന് അത്യാവശ്യക്കാർ വന്നാൽ കൊടുക്കാൻ വേണ്ടി. അപ്പൊ അത് പിന്നെ അല്ലാതെ മിനിമം ഉള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ 100 നൂലാണ് എനിക്ക് കൂടുതൽ ചെലവ്. 100 നൂലിട്ട് നെയ്യുന്നതിന് ഈ പുളിയലക്കര ചുറ്റിയിട്ട് നെയ്യുന്ന മുണ്ടിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചെലവ്. അതിന് പുളിയലക്കര ഒരു മുണ്ട് ചെയ്താൽ 850 രൂപയാണ്. ഈ 850 രൂപ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ വന്ന് വില കുറച്ച് തരൂല്ല എന്ന് ചോദിക്കും. പിന്നെ 10-20 രൂപയൊക്കെ ചിലപ്പോൾ കുറച്ച് കൊടുക്കും. ചില ആൾക്കാർ 900 വരെ തരുന്ന വരും. ചില ആൾക്കാർ കണ്ട് കുറച്ച് നേരമൊക്കെ നോക്കിയിട്ട് പറയും ചേട്ടാ ഇതിനെ വെച്ചോന്നും പറഞ്ഞിട്ട് അങ്ങനെ പലരും തന്നിട്ടുണ്ട്. അപ്പൊ അത് കൊണ്ട് ഞാനതങ്ങ് എനിക്കിപ്പോ ഇത് ഒരു മുണ്ട് ഒരു ദിവസം ചെയ്യുന്നുണ്ട് ഞാൻ. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഈ ഓണം ആയതുകൊണ്ട് നൈറ്റ് കൂടി ഇരിക്കും, ശകലം കൂടിയൊക്കെ കൂടുതൽ നെയ്യും എനിക്ക് ഓർഡർ ഉണ്ടാക്കി. കാരണം മിനിമം എന്ന് പറഞ്ഞാൽ ഒരു മുണ്ട് ഒരു മാസത്തേക്ക് ഒരു 25 മുണ്ടിന്റെ കണക്കാക്കിയാൽ മതി. 2 മാസം കൊണ്ട് കച്ചവടം കുറവായിരുന്നു. ഇതിനും കർക്കിടക മാസത്തിൽ കച്ചവടം കുറവായിരുന്നു. അപ്പൊ എനിക്കറിയാം ഓണത്തിന് കുറച്ച് കച്ചവടം ഉണ്ടാവും എന്നുള്ള അറിയില്ല. ഞാൻ അതിനെ നെയ്ത് വെച്ചു. അത് കുറച്ച് മുണ്ടൊക്കെ ചിലവായി. ഇനി ഓണത്തോടും കൂടി കുറച്ച് മുണ്ട് ചിലവാകും എന്നുള്ള പ്രതീക്ഷയുണ്ട്. എനിക്ക് പിന്നെ ഓർഡറുകളും കിടപ്പുണ്ട്. അപ്പൊ ഇവിടെ മുണ്ട് മാത്രമല്ല, സെറ്റ് സാരി ഉണ്ട്. 420 രൂപ മുതലാണ് ഇവിടെ മുണ്ടിന്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ സെറ്റ് സാരി വരുന്നത് 500 മുതൽ. ഇതിന് താഴോട്ട് പോകില്ല. ഇതിന്റെ വർക്ക് അനുസരിച്ച് റേറ്റ് മേലോട്ടാണ് കയറി പോവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ പരമ്പരാഗത രീതിയിലുള്ള ഈ നെയ്ത്തുശാലയിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. മാത്രമല്ല, നമുക്ക് പങ്കജാക്ഷൻ ചേട്ടൻ്റെ നമ്പർ ഈ വീഡിയോയുടെ അടിയിൽ കൊടുത്തേക്കാം. എന്തെങ്കിലും ഓർഡർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചേട്ടനുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. റേറ്റും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരും. എത്രണ്ണ വേണ്ടേ, അതിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നാൽ ചേട്ടൻ കറക്റ്റായിട്ട് ആ സമയത്ത് നിങ്ങൾക്ക് നെയ്ത് തരുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം.